ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 5 ഹിന്ദി ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. 5ാം സ്ഥാനത്തുള്ള ചിത്രം ദുരന്തറാണ്. ദുരന്തർ കേരളത്തിൽ നിന്നും 8,75,00,000 രൂപയാണ് നേടിയത്. ചിത്രം കേരളത്തിൽ ലിമിറ്റഡ് റിലീസ് ആയിരുന്നു. കുറച്ച് സ്ക്രീനിൽ മാത്രം റിലീസായി നല്ല രീതിയിൽ ലോങ് റൺ കിട്ടിയ ചിത്രമായിരുന്നു ദുരന്തർ. ദുരന്തർ കേരളത്തിൽ നിന്നും 8,75,00,000 രൂപ നേടി ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. 4ാം സ്ഥാനത്തുള്ള ചിത്രം കുറച്ചധികം പഴയ ചിത്രമാണ്. അധികം പഴയതല്ല, അമീർ ഖാന്റെ ഡങ്കലാണ്. ഡങ്കൽ കേരളത്തിൽ നിന്നും 10 കോടി രൂപയാണ് നേടിയത്. കേരളത്തിൽ 10 കോടി നേടുന്ന ആദ്യത്തെ ഹിന്ദി ചിത്രമായിരുന്നു ഡങ്കൽ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡങ്കൽ ഇറങ്ങിയപ്പോൾ കേരളത്തിൽ ഡങ്കൽ ഓടിക്കൊണ്ടിരിക്കാൻ നേരത്ത് കേരളത്തിൽ സിനിമ സ്ട്രൈക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു പുതിയ ചിത്രങ്ങളൊന്നും റിലീസായില്ല. അതും ഡങ്കലിന് ഫേവർ ആയിരുന്നു. ഡങ്കൽ കേരളത്തിൽ നിന്നും 10 കോടി രൂപയാണ് നേടിയത്. സംസ്ഥാനത്തുള്ള ഷാറുഖ് ഖാന്റെ പത്താനാണ്. പത്താൻ കേരളത്തിൽ നിന്നും 13,20,00,000 രൂപയാണ് നേടിയത്. 2ാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു ഷാറുഖ് ഖാൻ ചിത്രം തന്നെയാണ്. ഇത്തവണ അറ്റ്ലി ഷാറുഖ് ഖാൻ കോമ്പോയിലെത്തിയ ജവാനാണ്. ജവാൻ കേരളത്തിൽ നിന്നും 13,40,00,000 രൂപയാണ് നേടിയത്. ചിത്രം കേരളത്തിൽ വൈഡ് റിലീസായിരുന്നു. ഗോകുലം മൂവീസ് ആണ് ചിത്രം റിലീസ് ചെയ്തത്. ഹിന്ദിയും വൈഡ് റിലീസായിരുന്നു. അതുപോലെ തമിഴും നല്ല റിലീസ് കേരളത്തിൽ കിട്ടിയിരുന്നു. കേരളത്തിൽ 13,40,00,000 രൂപയാണ് ജവാൻ നേടിയത്. 1ാം സ്ഥാനത്തുള്ള ചിത്രം ദുരന്തർ 2 ആണ്. ചിത്രം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നലെ വരെ കിട്ടിയത് കേരളത്തിൽ നിന്നും 16,40,00,000 രൂപയാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രം ഇപ്പം ദുരന്തർ 2 ആയി മാറിയിരിക്കുകയാണ്. മിക്കവാറും ഫൈനൽ കളക്ഷൻ ഏകദേശം 18 കോടിയുടെ ആ റേഞ്ചിലായിരിക്കും ദുരന്തർ 2 അവസാനിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 5 ഹിന്ദി ചിത്രങ്ങൾ ഇതൊക്കെയാണ്: ദുരന്തർ 2, ജവാൻ, പത്താൻ, ഡങ്കൽ, ദുരന്തർ. ഷാറുഖ് ഖാന്റെ 2 ചിത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും അതുപോലെ തന്നെ സിനിമ അപ്ഡേറ്റും റിവ്യൂ ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.